IT ജീവനക്കാരും ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അവർ ഇരുന്നുള്ള വർക്കാണ്, സെഡൻറ്ററി ലൈഫാണ് അവർ കൂടുതലും ഫോളോ ചെയ്യുന്നത്. അത് കാരണം തന്നെ അവർക്ക് എക്സസൈസ് ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ലിവറിനകത്തും കൊഴുപ്പ് അടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ സെൽസ് ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറയും. ഹെപ്പറ്റോസൈറ്റ്സിനകത്ത് ഈ ഫാറ്റ് അടിയുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയും. അത് പല ഗ്രേഡിലുണ്ട്. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഫൈബ്രോസിസിലോട്ട് മാറും. ഈ IT ജീവനക്കാർ കൂടുതലും സെഡൻറ്ററി ലൈഫ് ലീഡ് ചെയ്യുന്നവരും അവരുടെ ഈ ഇരുന്നുള്ള ജോലി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ബൾക്കായിട്ടുള്ള ആഹാരം, പ്രത്യേകിച്ചും ബേക്കറി ഐറ്റംസ് കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ. അപ്പോൾ ഫാറ്റി ലിവർ വരുന്നവർക്ക് മെയിനായിട്ട് അവരോട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പറയുന്നതിനോ മുമ്പ്, അതായത് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ 30 to 45 മിനിറ്റ്സ് നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുക. 1. 2, നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നതിന് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കും. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി നിയന്ത്രിക്കുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന കണ്ടൻറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാമോ. കാർബോഹൈഡ്രേറ്റാണ് കൂടുതലും 100% അബ്സോർബ് ചെയ്തിട്ട് ഇത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അരി, ഗോതമ്പ് എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. പഞ്ചസാര, ബേക്കറി ഐറ്റംസ്, അതുപോലെ ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങുകൾ 100% കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അതിന് പകരമായിട്ട് പച്ചക്കറികളും ഈ നട്ട്സ് പോലുള്ള ഈ പ്രോട്ടീൻ ഐറ്റംസ് കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഉപദേശം. അത് കൊണ്ട് ഫലിക്കാതെ വരുമ്പോഴേ നമ്മൾ ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളൊക്കെ അതും നമ്മൾ ലിവർ എൻസൈംസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുക.